മുള്ളാൻ മുട്ടി പോയി മുള്ളി കൊള്ളണം. ഇവരോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അല്ലാതെ ഉറക്കത്തിലേ മുള്ളിയാ നീ. മര്യാദയ്ക്ക് വണ്ടി കഴിക്കിട്ടോളണം. ഞാനിപ്പോ വരാം. അയ്യോ അപ്പൊ അത് സ്വപ്നമായിരുന്നു. നിന്ന് ചേരാണ്ട് വണ്ടി കഴിക്കറാ. ഡിക്കില് വെള്ളരിപ്പുണ്ട്. ഇയാൾ ഈ കൊടുങ്കാട്ടിലൊക്കെയാണ് വന്ന് താമസിക്കുന്നത്. ആ ചേട്ടാ ഞങ്ങൾ എത്തി. ആ മരത്തിന്റെ അവിടെ നിന്ന് പൊക്കത്തോട്ടുള്ള വഴിയല്ലേ? അതേ വരുന്നു. ചേട്ടൻ ഈ കാട്ടുമുഖലാണ് വന്ന് താമസിക്കുന്നത്. ഇവിടെ ഒരാളെ കുന്ന് കുഴിച്ചിട്ട പോലെ അറിയില്ല എന്റെ ചേട്ടാ. കണ്ടോ, അത് തന്നെ നിന്റെ മോനോട് ചെയ്തുകൊണ്ടിരിക്കണം. നോക്ക് എന്റെ മോനെ, എടാ നീ അവിടെ എല്ലാം സംസാരിച്ച് തീർക്കാന്ന് പറഞ്ഞാലടാ. എടാ നീ ഇപ്പൊ എന്തായി കാണിച്ചത്? അതെ, സംസാരിച്ചിട്ട് തന്നെ തീർത്തത്. ഒന്ന് കഴിഞ്ഞു ഒന്ന്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ. ഇപ്പൊ എന്റെ എടാ കൊച്ചിന്റെ എടാ ഇതുകൊണ്ട് പാക കുടുങ്ങിയില്ലടാ. ഡാഡി, ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതെ, ഐ ക്യാൻ ഹാൻഡിൽ മൈസെൽഫ്. യു അടി മേടിക്കുവേ. ആ കൊച്ചി മുടിയാനായിട്ട് എനിക്ക് എന്തൊക്കെ പുലിവാലുണ്ടാവോ എനിക്കറിയാം. ഇത് ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല ചെയ്യണം കേട്ടോ. മിന്നാണ്ടി ഞാൻ മാനേജ് ചെയ്തോളാം. നീ പോടാ. മുള്ളാൻ മുട്ടി പോയി മുള്ളി കൊള്ളണം. ഇവരോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഉറക്കത്തിലേ മുള്ളിയാ നീ. അയ്യോ അപ്പൊ ആ ചേട്ടൻ ഏത് ചേട്ടൻ? നീ അവനും തീർത്താ. നീ എന്നെ ജയിലിൽ കയറ്റി അടങ്ങും. ഇവനെയൊക്കെ തീർക്കല്ലേടാ. പിന്നെ എന്താ ചെയ്യേണ്ട ഡാഡി? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? കുഴിയിൽ സ്ഥലം ഉണ്ടെന്ന് നോക്ക്. അവനെ അതിനായിട്ട് മൂടറാ. സെറ്റാണ്. നിങ്ങൾ വിചാരിക്കണം. ഡാഡി അവനെ കാണാനില്ല. അവൻ